ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം നിമിഷ ദേവീസ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സീരീസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സീരീസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഡാറ്റ സ്ട്രക്ചറാണ് എന്ത്? ഡാറ്റ ഫ്രെയിം. നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 1 സെക്കൻഡ് ഞാനിതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ കേട്ടോ. ആവശ്യമില്ലാത്തൊക്കെ ക്ലോസ് ചെയ്തേക്ക്, വെറുതെ അതിന് ഓപ്പൺ ചെയ്തിരുന്നു. അപ്പൊ സീരീസ് ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഞാൻ പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാണ്, ഡാറ്റ ഫ്രെയിം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഡാറ്റ ഫ്രെയിം എന്താണെന്നുള്ളത്. ഡാറ്റ ഫ്രെയിം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? 2 ഡയമെൻഷണൽ ഡാറ്റാസ് വരുമ്പോഴാണ് നമ്മൾ ഡാറ്റ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ 2 ഡയമെൻഷണൽ ഡാറ്റാസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ? നെസ്റ്റഡ് ലിസ്റ്റ്. അതൊരു 2 ഡയമെൻഷണൽ ഡാറ്റ ആണ്. നമുക്കൊരു നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഈക്വൽ ടു എന്നിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ളിൽ വേറെ 5 ലിസ്റ്റുകൾ കൊടുക്കും. ഓക്കെ, ഞാൻ ഫസ്റ്റ് ID കൊടുത്തു, ഫസ്റ്റ് നെയിം കൊടുത്തു, ലാസ്റ്റ് നെയിം, ഏജ്, ഡെസിഗ്നേഷൻ നേരത്തെ കൊടുത്ത സെയിം തന്നെ, സാലറി 30,000. ഇനി അടുത്തൊരു വാല്യൂ കൊടുക്കണം, $35, അക്കൗണ്ട്സ് 50,000. ഇനി അടുത്തൊരു വാല്യൂ കൊടുക്കണം, കട്ടപ്പ, ബാഹു 56, വാരിയർ, സാലറി ഒരു 1 lakh കൊടുക്കും. ഇനി അടുത്തത് കാര്യം കൊടുക്കാം, ഹൃത്തിക് റോഷൻ 55, ആക്ടർ 20,000. ഇനി ഒരാളെയും കൂടി കൊടുക്കാം, ജെനിഫർ വെങ്കറ്റ്. ജെനിഫർ വെങ്കറ്റിനെ നിങ്ങൾക്ക് അറിയോ? നല്ല ആക്ട്രസ് ആണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്, അഭിനയം സൂപ്പറാണ്. നിങ്ങൾ ബേഹത്ത് സീരിയലൊക്കെ കണ്ടിട്ടുണ്ടോ? ബേപ്പന ബേഹത്ത്, രണ്ടും സൂപ്പറാണ്. മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, പ്രേമോ അങ്ങനെ എന്തോ, സൂര്യ ടിവിയിൽ. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മളൊരു നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു, അതൊന്ന് പ്രിന്റ് ചെയ്യിക്കാം. നെസ്റ്റഡ് ലിസ്റ്റ് അവിടെ പ്രിന്റ് ആയി. എനിക്കിപ്പോൾ വേണ്ടത് നെസ്റ്റഡ് ലിസ്റ്റ് അല്ല വേണ്ടത്, അതിന് എനിക്ക് എന്താക്കണം? ഡാറ്റ ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് എന്ത് ഡാറ്റ സെറ്റ് കിട്ടുന്നുണ്ടോ അതിനെ ഡാറ്റ സ്ട്രക്ചറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ സീരീസിലോട്ടൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2D ഡാറ്റാസിന് എപ്പോഴും നമ്മൾ ഡാറ്റ ഫ്രെയിമിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഡാറ്റ ഫ്രെയിം ഈക്വൽ ടു DF ഈക്വൽ ടു ഒരു വേരിയബിൾ കൊടുക്കണം കേട്ടോ, PD ഡോട്ട് ഡാറ്റ ഫ്രെയിം. ഓക്കെ, ഇതിൽ ഡിയും എഫും ക്യാപിറ്റൽ ആയിരിക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നു, ആ ഒരു നെസ്റ്റഡ് ലിസ്റ്റ് ഞാൻ പാസ് ചെയ്യുന്നു, DF ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. അപ്പൊ എന്താ വരാം? അതൊരു ടേബിൾ ഫോർമാറ്റിൽ വരുന്നുണ്ടാവും, കണ്ടോ? ടേബിൾ ഫോർമാറ്റിൽ വരുന്നുണ്ടാവും. ഇതിൽ കോളത്തിന്റെ പേരൊക്കെ 0 1 2 3 4 5 ആണ്. റോയുടെ പേരൊക്കെ അത് 0 1 2 3 4 തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെ ഒരു നെസ്റ്റഡ് ലിസ്റ്റിന്റെ ഡാറ്റ ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ നമ്മൾ സീരീസിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്താണ്? ഫസ്റ്റത്തെ ഇപ്പൊ 2 വാല്യൂ മാത്രം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഹെഡ് ഓഫ് 2 എന്ന് കൊടുക്കാം. ലാസ്റ്റത്തെ 2 വാല്യൂ ആണെങ്കിലോ ടെയിൽ ഓഫ് 2 എന്ന് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇതിൽ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാ? സൈസ് കണ്ടുപിടിക്കുക എങ്ങനെയാ? DF ഡോട്ട് സൈസ് കൊടുക്കാം. ഇനി ഇതിന്റെ ഓർഡർ എങ്ങനെയാ കണ്ടുപിടിക്കുക എങ്ങനെയാ? ഷേപ്പ് എന്ന് കൊടുക്കുക, DF ഡോട്ട് ഷേപ്പ് കൊടുക്കാം. ഇനി ഇതിൽ എത്ര കോളംസ് ഉണ്ടെന്നല്ല, ഇതിലത്തെ കോളംസിന്റെ പേരെന്താണ് അത് കണ്ടുപിടിക്കാനാണ് DF ഡോട്ട് കോളംസ്.
ക്ലിയർ അല്ലേ? ഇതൊന്ന് റൺ ചെയ്യാം നമുക്ക്. ഇത് മൊത്തം നമ്മൾ പ്രിന്റ് ചെയ്തത്, ഇത് ആദ്യത്തെ 2 വാല്യൂ, ഇത് ലാസ്റ്റത്തെ 2 വാല്യൂ. ഇതെന്താണ്? സൈസ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ് ആണിത്. ഇത് ഇതിൻ്റെ ഓർഡർ 5x6 മെട്രിക്സ് ആണ്. ഇതതിൻ്റെ കോളത്തിന്റെ പേര് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡെക്സ് പൊസിഷൻ അവർ ബിൽഡ് ചെയ്തതാണ്. 0 തൊട്ട് 5 വരെയുള്ള രീതിയിൽ ബിൽഡ് ചെയ്തതിൻ്റെ ഒരു റേഞ്ച് ഇവിടെ കൊടുത്തു നോക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഇപ്പൊ ഇതില് നമ്മൾ എന്താണ് നെസ്റ്റഡ് ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നത് അല്ലേ? നെസ്റ്റഡ് ലിസ്റ്റ്, അതിൽ കോളത്തിന് പേര് ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നത് തന്നെയേ വന്നിട്ടുള്ളൂ, അല്ലാതെ വേറെ സെപ്പറേറ്റ് വന്നിട്ടില്ല. സെപ്പറേറ്റ് എങ്ങനെ കൊടുക്കാന്നുള്ളത് നമുക്ക് പഠിക്കാട്ടോ. ഇപ്പൊ ഞാനൊരു നെസ്റ്റഡ് ഡിക്ഷണറി ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, ഇമ്പോർട്ട് pandas as pd, ഒരു നെസ്റ്റഡ് ഡിക്ഷണറി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കേർലി ബ്രേസസ് ഇട്ടു. ഞാൻ ഇനി എന്ത് ചെയ്യണു? ID കോളൻ, ഇവിടെ ലിസ്റ്റ് കൊടുക്കണം. 5 വാല്യൂസ് ആണല്ലേ വേണ്ടത്. 1 2 3 4 5 കൊടുത്തു. ഇനി അടുത്തത് എനിക്ക് വേണ്ടത് ഫസ്റ്റ് നെയിം ആണ്, കോളൻ, ലിസ്റ്റിനുള്ളിൽ നിമിഷ, ബാഹു, ജെനിഫർ, കട്ടപ്പ, ഹൃത്തിക്. അങ്ങനെ ഫസ്റ്റ് നെയിം കൊടുത്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം? എൽ നെയിം. നെസ്റ്റഡ് ഡിക്ഷണറി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് അറിയാലോ അല്ലേ? നിങ്ങൾ പൈത്തണിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. വിങ്കറ്റ്, സിംഗ്, റോഷൻ. എനിക്കിനിപ്പോൾ വേണ്ടത് അടുത്തത് ഏജ് ആണ് വേണ്ടത്. $25, $35, $45, $65, $55. എങ്ങനെ അടുത്തത് ലൊക്കേഷൻ വേണം. ആൻഡ് അത്ര മതി ഇപ്പോൾ തൽക്കാലം. ഇത്ര വാല്യൂസ് ആയിട്ട് ഞാനൊരു നെസ്റ്റഡ് ഡിക്ഷണറി ഞാനവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, 4 വാല്യൂസ്. ഇനി ഇതിനെ ഡാറ്റ ഫ്രെയിമിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? pd ഡോട്ട് ഡാറ്റ ഫ്രെയിം ഓഫ് ഡിക്ഷണറിയുടെ പേര് പ്രിന്റ് df എന്ന് കൊടുക്കാം. ഇത് റൺ ചെയ്യാം. അപ്പോഴും അതൊരു ടേബിൾ ഫോർമാറ്റിൽ വരും. പക്ഷെ അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണ്? ഹെഡിങ് കണ്ടോ? കോളത്തിന്റെ പേരുകൾ എന്താണ്? ഇവിടെ നമ്മൾ കൊടുത്തു നോക്കുന്ന കീയുടെ പേരാണ്. അപ്പോ നെസ്റ്റഡ് ഡിക്ഷണറിയിൽ വരുമ്പോൾ കോളത്തിന്റെ പേരെന്ന് പറയുന്നത് എന്തായിരിക്കും? കീയുടെ പേരായിരിക്കും, കീ ആയിരിക്കും. കോളം നെയിം വിൽ ബി കീ. ഓക്കെ, ഡിക്ഷണറിയിലത്തെ കീ ആയിരിക്കും കോളത്തിന്റെ പേര്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇതിലും അത് നമുക്ക് എന്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ ടെയിൽ കാണാം, സൈസ്, ഷേപ്പ്. ഇനി ഇതിൽ ഞാൻ കോളംസ് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കോളത്തിന്റെ പേര് വരും. നേരത്തെ 0 1 2 3 എന്നുള്ള ഇൻഡെക്സ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നതാണ്. ഇതിലെന്താണ് ആ ഒരു IDF നെയിം എന്ന് വെച്ചാൽ ഡിക്ഷണറിയുടെ കീ ആണ് ഇവിടെ കോളമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതെന്താണ്? ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാല്യൂസ് അവിടെ വന്നു. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഒബ്ജക്റ്റ് ആണ്. കാരണം എന്താ? അത് പല ടൈപ്പ് ഓഫ് വാല്യൂ ഇതിലുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കോളംസ് ആണ് ഇപ്പോൾ പുതിയത് വന്നത്. ഡാറ്റ ഫ്രെയിമിലോട്ട് എങ്ങനെ 2D ഡാറ്റാസ് കൺവേർട്ട് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഡിസ്ക്രൈബ് എന്നുള്ളൊരു ഫംഗ്ഷൻ. പ്രിന്റ് df ഡോട്ട് ഡിസ്ക്രൈബ് ഫംഗ്ഷൻ. ഇത് കൊടുക്കുമ്പോൾ ഈ ടേബിളിനെ മൊത്തമായിട്ട് സമ്മറൈസ് ചെയ്ത് തരും നമുക്ക്. പക്ഷെ ഇതിന് കണ്ടോ, ID, ഏജ്, ഇതിന്റെ സമ്മറിയാണ് കിട്ടിയോക്കുന്നത്. എന്തൊക്കെ സമ്മറി കിട്ടി? കൗണ്ട്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മിന്ന്, അതിന് 25%, 50%, 70%, മാക്സ്.
ഇത്ര ഡീറ്റെയിൽസ് ആണ് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഏതിൻ്റെയൊക്കെ? ID-യുടെയും ഏജിൻ്റെയും. അപ്പൊ എഫ് നെയിം എൽ നെയിം എവിടെ പോയി? ഓക്കെ. അപ്പൊ നമ്മൾ നോർമലി ഡിസ്ക്രൈബ് ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് ന്യൂമറിക്കൽ ഡാറ്റാസിനെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. ഓക്കെ. എന്ന് വെച്ചാൽ ID-യും ഏജും മാത്രമേ ഇവിടെ ന്യൂമറിക്കൽ ഡാറ്റ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? സ്ട്രിങ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അത് അവിടെ എടുക്കാത്തത്. ഓക്കെ. ഇനി ഇതില് പ്രിന്റ് df ഡിസ്ക്രൈബ് ഓഫ് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ഒരു ഈക്വൽ ടു ഇട്ടിട്ട് കോട്ടിൽ ഓ ഇട്ട് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പാണ്ടാസിൽ സ്ട്രിങ്ങിനെ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നുണ്ടായിരിക്കുക. സ്ട്രിങ്ങിന് എന്തായിട്ട് പറയാ? ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ക്യാപിറ്റൽ ഓ ഇട്ടോക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റും കൂടിയും ആ സ്ട്രിങ് ആയിട്ടുള്ള എഫ് നെയിമും എൽ നെയിമും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞോക്കുന്നത്. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നോക്കുന്നത്. ഓക്കെ. ഈ ഡിസ്ക്രൈബ് മാത്രം കൊടുക്കുമ്പോൾ എന്താണ്? ന്യൂമറിക്കൽ വാല്യൂസും നമ്മൾ ഇൻക്ലൂഡ് ഓ എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? ആ സ്ട്രിങ് ആയിട്ടുള്ള വാല്യൂസും വരും. അതിന്റെ സമ്മറി വരണം. എന്തൊക്കെയാ വന്നോക്കുന്നത്? കൗണ്ട്, യൂണീക്ക്, ടോപ്പ്, ഫ്രീക്വൻസി. കൗണ്ട് എന്ന് വെച്ചാൽ അതിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ട് ഓരോ കോളത്തിലും. യൂണീക്ക് എന്ന് വെച്ചാൽ എത്ര യൂണീക്ക് വാല്യൂസ് ഉണ്ട്. ടോപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്ന വാല്യൂ ആണ്. അപ്പൊ വാല്യൂസ് ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒന്നായിരിക്കും അവിടെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഞാനിപ്പോ ഇവിടെ ഒരെണ്ണം റിപ്പീറ്റ് ചെയ്ത് തരാം. ഡേവീസ് എന്നുള്ളത് 3 വട്ടം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിലും കണ്ടോ, എൽ നെയിമിലാണ് ഡേവീസ് റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത്. എൽ നെയിമിൽ കൗണ്ട് 5 ആണ്, പക്ഷെ യുണീക്ക് വാല്യൂ 3 ഉള്ളൂ. ഡേവിസും ബാലിയും സിങ്ങും. ബാക്കി 2 വീണ്ടും ഡേവിയസ് തന്നെയാണ്. അപ്പൊ യുണീക്ക് വാല്യൂ അത് വന്നു. ടോപ്പ് വാല്യൂ ഇവിടെ ഡേവിയസ് ആണ് വന്ന് നോക്കുന്നത്, കാരണം ഡേവിയസ് ആണ് റിപ്പീറ്റ് ചെയ്ത് പോയി നോക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ ഡേവിയസ് മാറ്റിയിട്ട് ബാലീനെ റിപ്പീറ്റ് ചെയ്യിക്കുന്നു കേട്ടോ. ബാലി എന്നുള്ളത് 3 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ റൺ ചെയ്ത് തരാം. അപ്പൊ ടോപ്പ് എന്തായിട്ട് മാറി? ബാലിയായിട്ട് മാറി. നിമിഷ എന്നുള്ളത് അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ഒരു ഫീൽഡിൽ എഫ് നെയിമിൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ ആണ് ഫസ്റ്റത്തെ വാല്യൂ അവിടെ വെച്ച് നോക്കുന്നത്. ഓക്കെ. ഇനി ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവര് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫ്രീക്വൻസിയാണ് ഇത് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ബാലി 3 തവണ, നിമിഷം 1 തവണയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫ്രീക്വൻസി 1ഉം 3ഉം വന്ന് നോക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ഇനി ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പ്രിന്റ് df.d types അതിന്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് കിട്ടും. ID എന്താണ്? ഇൻഡിജർ ആണ്. എഫ് നെയിം ഒബ്ജക്റ്റ് ആണ്. എൽ നെയിം ഒബ്ജക്റ്റ് ആണ്. എൽ നെയിം എഫ് നെയിം എന്താണ്? അതിനുള്ളിലത്തെ വാല്യൂസ് എന്താ ഉള്ളത്? അത് സ്ട്രിങ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഒബ്ജക്റ്റ് എന്ന് കാണിക്കുന്നത് കേട്ടോ. പാണ്ടാസിൽ സ്ട്രിങ്ങിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്നായിരിക്കും കോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിപ്പോ ഡിസ്ക്രൈബ് കൊടുത്തപ്പോ ഇൻഡിജർ വാല്യൂസും പിന്നെ ഇൻക്ലൂഡ് ഓ കൊടുത്തപ്പോ ഒബ്ജക്റ്റ് വാല്യൂസ് ആണ് വന്നത്. എനിക്ക് എല്ലാം കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രിന്റ് df.describe of include ഞാൻ എന്ത് ചെയ്യുന്നു? സിംഗിൾ കോട്ടിൽ ഓൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. എനിക്ക് എല്ലാം പ്രിന്റ് ചെയ്യണം, എല്ലാം കൂടി പ്രിന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം കൂടി പ്രിന്റ് ചെയ്തു. കണ്ടോ? ID, എഫ് നെയിം, എൽ നെയിം, ഏജ്. അതില് എഫ് നെയിമിനും എൽ നെയിമിനും ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവില്ല, മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കാരണം അതെന്താ? അത് സ്ട്രിങ് ആണ്, ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് നോക്കുന്നത്. എന്ന് വെച്ചാൽ നോട്ട് എ നമ്പർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ ഇതില് തൊട്ട് മുന്നത്തേല് നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇതിൽ എനിക്കിപ്പം പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണം. എന്ത് ചെയ്യും? ഹൗ ടു ആഡ് എ ന്യൂ, അല്ലെങ്കിൽ വേണ്ട, അതവിടെ നിൽക്കട്ടെ, ഫീൽഡ് അവിടെ നിൽക്കട്ടെ. ഇതിലിപ്പോൾ ഞാൻ റൺ ചെയ്യുമ്പോൾ കോളം നെയിം വരുന്നില്ല, ഇല്ലല്ലോ. കോളത്തിന് 0, 1, 2, 3 എന്നുള്ള വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? എനിക്കിപ്പോൾ ഇതിൽ കോളത്തിന് പേര് ആഡ് ചെയ്യണം. ഞാൻ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി പ്രിന്റ് ആവില്ലേ? ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ വേണ്ടത് കോളത്തിന് പേര് ആഡ് ചെയ്യണം.
അതിനായിട്ടുള്ളതാണ് df ഡോട്ട് കോളംസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ ആ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എഫ് നെയിം, എൽ നെയിം, ഏജ്, ഡെസിഗ്, സാലറി. ഓക്കെ, പ്രിന്റ് df ഞാൻ അവിടെ പ്രിന്റ് ചെയ്യിക്കുന്നു. അപ്പൊ എന്തുണ്ടായി? ഓരോ കോളത്തിനും പേര് വന്നിട്ടുണ്ട്. ഐ ഡി, എഫ് നെയിം, എൽ നെയിം, ഏജ്, ഡെസിഗ്, സാലറി. ക്ലിയർ ആയോ? എനിക്കിപ്പോ പുതിയതായിട്ട് ഒരു കോളം അവിടെ ആഡ് ചെയ്യണം. എനിക്കിപ്പോൾ വേണ്ടത് ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യാം? df ഓഫ് ജെൻഡർ എന്ന് കൊടുക്കുന്നു. ഏത് കോളാണോ ആഡ് ചെയ്യേണ്ടത് ആ കോളത്തിന്റെ പേര് കൊടുക്കുന്നു. ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യുന്നു? ജെൻഡറിന്റെ വാല്യൂസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എഫ്, എം, എഫ്, എത്ര വാല്യൂ ഉണ്ടായിരുന്നു അതില് നോക്കട്ടെ കേട്ടോ. 5 വാല്യൂസ് ടോട്ടൽ ഉണ്ട്. അപ്പോൾ ഒരു എമ്മും കൂടി കിടന്നോട്ടെ. ഓക്കെ, പ്രിന്റ് df ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. റൺ ചെയ്യാം. അപ്പൊ എന്തായി? ഇപ്പുറത്ത് പുതിയതായിട്ട് ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി അവിടെ ആഡ് ആയി. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നെസ്റ്റഡ് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെങ്ങനെ ഡാറ്റ ഫ്രെയിം ആക്കാം, അതിലെങ്ങനെ കോളത്തിന്റെ പേര് കൊടുക്കാം, അതിന് പിന്നെ അതിൽ പുതിയൊരു കോളം എങ്ങനെ റീഡ് ചെയ്യാം, ഹെഡ്, ടെയില്, സൈസ്, ഷേപ്പ്, പിന്നെ കോളത്തിന്റെ പേരുകൾ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എങ്ങനെ നെസ്റ്റ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം, അതിനെങ്ങനെ ഡാറ്റ ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഹെഡ്, ടെയില്, സൈസ്, ഷേപ്പ്, കോളംസ് എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ അതിനെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ വരുള്ളൂ. എനിക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ഓ കൊടുക്കണം. പിന്നെ എങ്ങനെ ഡാറ്റ ടൈപ്പ് കണ്ടുപിടിക്കാം. പിന്നെ അതേപോലെ എനിക്കിപ്പോൾ ഇൻഡിജറും വേണം, ന്യൂമറിക്കും വേണം, സ്ട്രിങ് ടൈപ്പ്, ഒബ്ജക്ട് ടൈപ്പും വേണം എങ്കിൽ എങ്ങനെ എല്ലാം കൂടി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഒരു CSV ഫയലിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫയലിൽ നിന്ന് എങ്ങനെ വാല്യൂസ് റീഡ് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഡാറ്റ ഫ്രെയിമിന്റെ പാർട്ട് 2 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം കേട്ടോ.